ഹൈദരാബാദിലേക്ക് ഒരു മൈക്ക് കൊടുക്കുന്നു. അളിയ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒന്ന് ഞാൻ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും സ്റ്റേജിലേക്ക് കയറാം. ഞാൻ സ്റ്റേജിൽ വാ. ഇവിടെ ഇരിക്കാൻ ബാക്കിയുള്ളത് കിളിയാണ് ഞാൻ അല്ലേ? ഇനി ആരെ നമ്മുടെ പഴവുമായി ഇവിടെ അവിടെ ഇരിക്കുന്നു? ആരെങ്കിലും ഇവിടെ വന്നിരിക്കാണ്ടോ കൂടുതൽ? നമ്മുടെ ആരെങ്കിലും ഉണ്ടോ? അതാ ഉണ്ടോ? നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. യുദ്ധം തുടർന്നുകൊണ്ടേയിരിക്കുന്നു, ഗ്യാസ് കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, നമ്മുടെ പ്രസ് മീറ്റ് നടന്നുകൊണ്ടേയിരിക്കുന്നു. ുന്നുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മളുടെ പടം ഡെർബി ഗംഭീരമായിട്ട് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ പുതിയ പുതിയ താരങ്ങൾ ഇപ്പോ തിയേറ്ററുകൾ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം, ചെറുപ്പക്കാരൻ. അപ്പൊ അതിനിടയിൽ ചെറുപ്പക്കാരനാണോ അതോ അംഗീകരിച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഏതായാലും അപ്പൊ നമ്മുടെ ടീമിന്റെ ഈ ഒരു സക്സസ് അല്ലെങ്കിൽ ഈ സിനിമയെ പറ്റി ഇനി കാണാത്ത കുറേയധികം ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങളുടെ മീഡിയയുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഏതൊക്കെ രീതിയിൽ നമ്മളെ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുമോ അത് ആ രീതിയിലെല്ലാം സഹായിക്കണം. പിന്നെ നമ്മുടെ കുറെ കാര്യങ്ങൾ നമ്മുടെ ആക്ടേഴ്സിനൊക്കെ പറയാനുണ്ട്. ഇതൊക്കെ ഇരിക്കുന്ന പുതിയ ആൾക്കാരാണ്, ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ കേൾക്കണം, ഞങ്ങളെ കേട്ടും മടുത്തില്ലേ? അപ്പൊ ഏതായാലും നമുക്ക് ആദ്യം ഇവിടെ തുടങ്ങാം. ഹലോ, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനെ തിയേറ്റേഴ്സ് എല്ലാം ഹൗസ്ഫുൾ ആയിട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ ഓരോ തിയേറ്റേഴ്സിൽ ജെനുവിൻ ഓഡിയൻസിന്റെ റെസ്പോൺസസ് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓവർവെൽഡ് ആയത്. പല രീതിയിലും അറ്റാക്സ് ഒക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ നമ്മൾ നേരിട്ട് നമ്മൾ പൊക്കോണ്ടിരുന്ന ഹൗസ്ഫുൾ ഷോസിനൊക്കെ അവർ വളരെയധികം ഒന്ന് ആക്സെപ്റ്റ് ചെയ്തിരുന്നു. ക്യാരക്ടർ ആയിക്കോട്ടെ, സിനിമ ആയിക്കോട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയിട്ട് കാണാം. നല്ലൊരു ക്യാമ്പസ് എന്റർടൈനർ അടിപ്പടമാണ് ഡെർബി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടുതൽ ആൾക്കാരും ഷൈൻചേട്ടൻ്റെ ശരിയൊക്കെ വെച്ച് ഞങ്ങൾ ആക്ടേഴ്സ് കുറേ പേരെ എല്ലാവരും തുടക്കക്കാർ തന്നെയാണ്. ഞങ്ങളൊക്കെ കൂടുതലും 2-3 സിനിമയൊക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഒരു കൊച്ചു സിനിമയാണ്, അതിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അപ്പോ വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും. നമ്മള് ഡിസാസ്റ്റർ പടം റിലീസായി. ഫസ്റ്റ് ഡേ ഭയങ്കര മുമ്പായിരുന്നു. ഇതിനിടയ്ക്ക് ചെറിയ 1-2 നെഗറ്റീവ്സ് പരിപാടികളൊക്കെ വന്നു. പറ്റില്ല. അപ്പൊ അതെ, അപ്പോ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു നമ്മുടെ പടം എന്ന് പറയുന്നത് പക്ക ക്യാമ്പസ് പടമാണ്. 3 വർഷം നമ്മളൊരു ഫസ്റ്റ് ഇയറിലേക്ക് അഡ്മിഷൻ എടുത്തിട്ട് 3rd ഇയറിൽ ഇറങ്ങി പോകുന്നതാണ്. ഞാൻ
കഥ പറയുന്ന സമയത്ത് പ്രൊഡ്യൂസറോട് പറയുന്നുണ്ട്, സാർ ഇതാണ് നമ്മുടെ സബ്ജക്റ്റ്. അപ്പോൾ ആ രീതിയിലാണ് സിനിമയെ കാണുന്നത്. ഇപ്പൊ നാളെ ഇന്നത്തോടുകൂടി എക്സാം എല്ലാം തീരുകയാണ്. എക്സാമിന്റെ ബഹളമൊക്കെ തീർന്ന് ഇനി വരാൻ പോകുന്നത് നമ്മുടെ ഡെർബി കലഹാണ് തിയേറ്ററിൽ. എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത്, കോളേജ് ക്യാമ്പസിലുള്ള എല്ലാവരോടും പറയാനുള്ളത്, +2 കഴിഞ്ഞവരോട് പറയാനുള്ളത്, നിങ്ങൾ ഡിഗ്രിക്ക് ഡെർബി പോയി ജോയിൻ ചെയ്യാം തിയേറ്ററിൽ പോയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ കോളേജിലെല്ലാം പറയാനുള്ളത്, മിസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വീണ്ടും കോളേജ് നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാം. പിന്നെ നിങ്ങളെല്ലാവരും ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ടത്. വലിയ ബൂം ഉണ്ടാക്കാനൊന്നും ഇപ്പോൾ നമുക്ക് പറ്റിയിട്ടില്ല, പക്ഷെ അത് റെഡിയായി കൊണ്ടിരിക്കുന്നു. ജെന്യൂൻലി പറയുകയാണെങ്കിൽ ഇന്നലെ നൈറ്റ് ഷോ മാത്രം 25 തിയേറ്റർ നമുക്ക് ഹൗസ്ഫുൾ ആയിട്ട് പോയിട്ടുണ്ട്. അതെ, നമുക്ക് ഒരുപാട് എക്സ്ട്രാ ഷോസ് പാഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് വളരെയധികം സന്തോഷമുണ്ട്. അങ്ങനെ ഒരു ഫീൽഡിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇത് നമ്മുടെ പ്രൊഡ്യൂസറാണ് അൻസുർക. പ്രൊഡ്യൂസറിലേക്ക് ഞാൻ ആ പയ്യൻ എനിക്ക് ഇൻസ്റ്റയിൽ അയച്ച വോയിസ് നോട്ട് ഞാൻ കേൾപ്പിക്കാം. അതായത് അവിടെ നിന്ന് റിവ്യൂവേഴ്സ് വന്നിട്ട് ഈ പയ്യനോട് പറയുകയാണ്, നിങ്ങൾ നെഗറ്റീവ്സ് മാത്രമേ പറയാൻ പാടുള്ളൂ. ആ ചാനലിൽ വന്നേക്കുന്ന എല്ലാ റിവ്യൂവേഴ്സും, അതായത് അന്ന് നെഗറ്റീവ് പറഞ്ഞേക്കുന്ന എല്ലാം പറഞ്ഞു പറയിപ്പിച്ചേക്കുകയാണ്. മനഃപൂർവ്വം ഒരു സിനിമയെ തകർക്കുമെന്ന ലക്ഷ്യത്തോടെ തന്നെ പറയിപ്പിച്ചേക്കുവാണ്. ഇങ്ങനെ കുറെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നെഗറ്റീവ്സ്, ആരൊക്കെയോ നമ്മുടെ സിനിമ വർക്കാവാൻ പാടില്ല, ഈ സിനിമ തിയേറ്ററിൽ ഓടാൻ പാടില്ല, ഈ സിനിമ വീഴണം പൊട്ടണം എന്ന വ്യക്തമായ ധാരണയോടുകൂടി ഇതിന് പിന്നിൽ ആരൊക്കെയോ വ്യക്തമായ കരുക്കളും നിൽക്കുന്നതെന്ന് ഉറപ്പാണ്. ബിക്കോസ് സിനിമ ഇപ്പൊ ഇന്ന് എന്റെ ഫ്രണ്ട് കാഞ്ഞങ്ങാട് സിനിമക്കാരൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഹൗസ്ഫുള്ളായിരുന്നു, അവർക്കെല്ലാം പടം ഇഷ്ടപ്പെട്ടു. കുറെ ആൾക്കാർ കണ്ടിന്യൂസ് സിനിമ കണ്ട് വിളിക്കുന്നുണ്ട്. എല്ലാ സിനിമയ്ക്കും 2 പക്ഷമുണ്ട്, ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടാതിരിക്കും. പക്ഷെ ഇഷ്ടപ്പെട്ട സിനിമയെ മനഃപൂർവ്വം ഇഷ്ടപ്പെടാത്ത തീർക്കുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള പരിപാടികൾ നമ്മുടെ സിനിമയ്ക്ക് മാത്രമല്ല, നമ്മുടെ പടത്തിനെ പറ്റി അങ്ങനെ നെഗറ്റീവ് റിവ്യൂസ് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യം ഭയക്കുന്നുണ്ടെന്ന് തന്നെയാണ്. അപ്പൊ ഇപ്പൊ ഞാൻ ചില പടം ഞാൻ ചെയ്തിട്ട് നെഗറ്റീവ് പോലും പറയുന്നില്ല. ഓക്കെ, അതോ ഒരു മത്സര വിഭാഗത്തിന് ഉണ്ട്. പക്ഷെ അവിടെ പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, മൻസൂർക്ക അങ്ങനെ ഞാൻ മൻസൂർക്ക് പരിചയപ്പെട്ടത് ഞാൻ ഓപ്പണായിട്ട് പറയാം, വളരെ നല്ലൊരു റിലേഷൻഷിപ്പിനെ പറ്റി പറയണ്ട. അല്ലല്ല. അപ്പം ഇനിയും മൻസൂർക്ക് ഈ പറഞ്ഞ രീതിയിൽ ഇനിയും മലയാള സിനിമയിൽ കുറെ നല്ല സിനിമകൾ, ഇപ്പൊ നമ്മളെല്ലാം യൂത്താണ്, ഇവിടെ എല്ലാവരും ഇരിക്കുന്നത് യൂത്ത് ചെറുപ്പക്കാരുടെ പിള്ളേരാണ്. ഇവരെയൊക്കെ വിശ്വസിച്ചിട്ട് പുള്ളി ഇത്രയും വലിയൊരു എമൗണ്ട് നമ്മളെല്ലാം വിശ്വസിച്ചാണ് പുള്ളി ഇറക്കുന്നത്, പുള്ളി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്ക് ഈ പറഞ്ഞ രീതിയിൽ പുള്ളി സിനിമയിൽ വിശ്വാസം അർപ്പിച്ച്, സജിനിലും അഭിനന്ദനത്തിലും എന്റെ രീതിയിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും വിശ്വാസം അർപ്പിച്ച് പുള്ളി ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ കൊടുക്കണം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആസ് എ ക്രിയേറ്റീവ്സ് നമ്മളെല്ലാം ഹാപ്പിയാണ്. ഇപ്രോ ആയാലും ഞാനും സജിനും കുറെ നേരം കെട്ടിപ്പോ ഞങ്ങൾ കരഞ്ഞു കുറെ നേരം. സീരിയസ്ലി വളരെ ആത്മാർത്ഥത്തോടെ പറഞ്ഞു, ഞങ്ങൾ കുറെ കയ്യിൽ നിന്ന് പോയി. ബിക്കോസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഇങ്ങനെയുള്ളൊരു സംഭവം. നമ്മൾ വിശ്വസിക്കുന്നത് സിനിമ വർക്കാവും, ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നത് വിശ്വസിക്കുന്നിടത്ത് ഇഷ്ടപ്പെട്ടവരെ പോലെ അത് പറയാൻ താമസിക്കുന്നില്ല. ഇഷ്ടപ്പെട്ടവരെ കൊണ്ട് തന്നെ നെഗറ്റീവ് പറയിപ്പിക്കുകയാണ് മെയിൻ എയിം. ഞാൻ എനിക്ക് ഓപ്പണായിട്ട് ഒരു കാര്യം കൂടെ പറയാൻ പാടുണ്ട്. എനിക്ക് പറയാൻ പാടുണ്ടോന്ന് അറിയില്ല, എല്ലാം ഞാൻ പറയുകയാണ്. ഒന്നുമില്ല, അതായത് ഞാൻ പടങ്ങളുടെ പേരൊന്നും പറയുന്നില്ല. നമ്മൾ വളരെ വളരെ കുറവാണ് നമ്മൾ പോസ്റ്റേഴ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ വളരെ കുറവ് പോസ്റ്റേഴ്സ് ആണ്, നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ നോക്കിയിട്ട് നമ്മൾ വളരെ കുറച്ച് പോസ്റ്റേഴ്സ് ആണ് ഒട്ടിച്ചിട്ടുണ്ടാവുക. റീസെന്റ് ഞാൻ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പടത്തിന്റെ പോസ്റ്ററിന്റെ മണ്ടേ കൂടെ വേറെ പടങ്ങളുടെ പോസ്റ്റർ ഒട്ടിച്ച് പോയിക്കോണം. വളരെ മോശമല്ലേ? തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയല്ലേ? പോസ്റ്റേഴ്സ് നോക്കുന്നില്ല, എല്ലാവരും നമുക്ക് എടുക്കാം. പക്ഷേ പോസ്റ്റേഴ്സ് നമ്മൾ എവിടെ ഒട്ടിക്കണം? ഇന്നെല്ലാവരും മൊബൈൽ നോക്കിയിട്ടാണ് സംബന്ധിച്ചു. പക്ഷെ എങ്കിലും നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുന്ന സാധനമാണ്. എന്നെ സംബന്ധിച്ച് അല്ല, ബേസിക്കലി നമ്മളെ സംബന്ധിച്ച്
സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ കോൺഫിഡൻസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് ഡൗൺ ചെയ്യുന്ന പരിപാടികളാണ്. ഒന്നും ഡൗൺ ആവുന്നില്ല. ഡൗൺ ആയല്ലോ, ഡൗൺ ആവുന്നത് അപ്പാവാൻ വേണ്ടിയില്ല. അല്ല അത് സംബന്ധിച്ചു. പക്ഷെ എങ്കിലും എനിക്ക് വന്നേ പറയാനുള്ളൂ, സിനിമ ഈ നെഗറ്റീവ് റിവ്യൂസ് വരുന്ന നെഗറ്റീവ് റിവ്യൂസിൽ ചെവി കൊടുക്കാതെ എല്ലാവരും പോയി സിനിമ കാണണം. വളരെ ഡെർബി ഞാൻ ഭയങ്കര മനോഹരമായ സിനിമ നല്ല പറഞ്ഞത്. ഡെർബി ഓക്കെ, ഒരു എബോ ഓവറേജ് സിനിമയുണ്ട് ഡെർബിയിൽ, കാണാനുള്ള കുറേ സാധനങ്ങൾ ഡെർബിയിലുണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് തീരുമാനിക്കണം. വേറൊരാളുടെ ഈ പറഞ്ഞ രീതിയിൽ വേറൊരാളുടെ ജഡ്ജ്മെന്റ് ഒരിക്കലും നമ്മുടെ ജഡ്ജ്മെന്റ് ആവരുത്. സിനിമ കണ്ടിട്ട് സിനിമയെ വിലയിരുത്തുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. വളരെ ഭയങ്കര ദുഃഖത്തോടുകൂടിയിട്ട് പറയുന്നത്, നമ്മൾ ആർഗ്യൂ ചെയ്യുമല്ല, ഭയങ്കര സങ്കടത്തോടുകൂടിയിട്ട് പറയുന്നത്, സിനിമ കണ്ടിട്ട് സിനിമ വിലയിരുത്തുക. സിനിമ നല്ലതാണെങ്കിൽ നല്ലതാണെന്ന് പറയാനും മോശമാണെങ്കിൽ മോശമെന്ന് പറയാനുള്ള കേപ്പബിലിറ്റി നമുക്ക് ഉണ്ടാവണം. ഒരു നല്ല സിനിമയെ മറ്റൊരാളുടെ തീരുമാനത്തിനനുസരിച്ച് നെഗറ്റീവാക്കി ചിത്രീകരിക്കുന്നത് ഈ പറഞ്ഞിട്ട് വരാൻ പോകുന്ന എന്താ പുതിയ തലമുറയ്ക്ക് കൂടിയിട്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ്ലി അത് ഇമ്പാക്ട് ചെയ്യുന്ന സാധനം. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇതൊന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പൊളിറ്റിക്സ് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ? ഇല്ല, നമ്മളെന്താ വെച്ചില്ലേ, അത് ഞങ്ങളത് ഇതിന് ഞാൻ മറുപടി പറയാം. ഈ യൂട്യൂബ് ചാനലിനെതിരെ ഓൾറെഡി കേസുണ്ട്. കേസുള്ള യൂട്യൂബ് ചാനല് നേരത്തെ എല്ലാ പ്രമുഖ മാധ്യമങ്ങളിലും വന്നിട്ടുള്ള, അവർക്കെതിരെ നേരത്തെ മുമ്പ് പ്രൊഡ്യൂസേഴ്സ് കേസ് കൊടുത്തിട്ടുള്ള 3 യൂട്യൂബ് ചാനല്, ട്രെൻഡ് സെറ്റർ എന്ന് പറയുന്ന ഒരു പേര് എനിക്കിപ്പോ കാണാതെ അറിയാം, ബാക്കിയുള്ള പേരുകൾക്കെതിരെ നേരത്തെ കേസ് കൊടുത്ത് പല പ്രൊഡ്യൂസേഴ്സും കേസ് കൊടുത്തതാണ്. എല്ലാ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചയും വൈകുന്നേരം തിരുവനന്തപുരത്ത് തിയേറ്ററിൽ വന്നിട്ട് നെഗറ്റീവ് റിവ്യൂ മാത്രം ഇട്ട് ആ കണ്ടന്റിന് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന മാധ്യമ സമൂഹം എന്ന് പറയുന്ന അവർക്ക് കൂടി ചീത്തപ്പേരുണ്ടാക്കുന്നവരാണ് ഇവരെ, അല്ലാതെ യഥാർത്ഥ മാധ്യമ പ്രവർത്തകരല്ല. നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞതുപോലെ നെഗറ്റീവ് മാത്രം പറയൂ എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, ആ ചാനൽ എടുത്ത് നോക്കിയാൽ നേരത്തെ പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം നേരത്തെ വന്നതാണ്, ഇവരുടെ പേരുകൾ വന്നതാണ്, ഇവർക്കെതിരെ കേസുകൾ വന്നതാണ്. അവരത് മാത്രമേ ചെയ്യത്തുള്ളൂ. ഞാൻ ഈ ഡെർബി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് കണ്ടതാണ്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം സുവർണയുടെ അച്ഛനും അമ്മയ്ക്കും സംസാരിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഈ പറഞ്ഞവർക്ക് വെറും 806 വ്യൂസും അല്ലെങ്കിൽ 1006 വ്യൂസ് മാത്രമേ ഈ 4-5 പേര് നെഗറ്റീവ് പറഞ്ഞവർക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷെ സുവർണയുടെ അമ്മയും അച്ഛനും സംസാരിക്കാൻ പറ്റാത്തവരായിട്ട് കൂടി അവര് പുറത്തിറങ്ങിയിട്ട് ആംഗ്യ ഭാഷ കൊണ്ട് സ്വന്തം മോളെയും ഈ സിനിമയും പറഞ്ഞ വാക്കുകളുണ്ട്. അതിന് കിട്ടിയത് 5.6 മില്യനും 7 മില്യനും. അതാണ് ഏറ്റവും വലിയ. അങ്ങനെ സിനിമ ആർക്കും താർക്കാൻ വേണ്ടി പറ്റത്തില്ല. അതേപോലെ ഇപ്പൊ ശരിക്കും പറയുന്നത് താങ്കൾ രണ്ടാമത്തെ ഇതാണ്. അപ്പൊ ഇത് കടകളിലും ഇതിനു മുമ്പ് ഇതേപോലെ അറ്റാക്ക് ഉണ്ടായിരുന്നു. ഒരു ടാർഗറ്റ് ഇത് നടക്കുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ടോ? നമ്മുടെ സിനിമ മാത്രമല്ല, ഇപ്പൊ ഒരു 10 സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ അതിൽ 9 സിനിമ ഇങ്ങനെ വരുന്നത്. അത് എന്താണ് അതിന്റെ ഉദ്ദേശം എന്ന് മനസ്സിലാവില്ല. അതിപ്പോ എന്റെ ഫസ്റ്റ് സിനിമ എന്റെ സെക്കൻഡ് സിനിമ എന്നുള്ളതിലല്ല. ഇപ്പൊ തേർഡ് സിനിമ ചെയ്താലും ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സ് സിനിമ ചെയ്യുമ്പോൾ അവർക്കും ഈ പ്രശ്നമുണ്ട്. എല്ലാ ഡയറക്ടേഴ്സും പുതിയ വരുന്ന എല്ലാ ഡയറക്ടേഴ്സും ഈ പ്രശ്നമുണ്ട്. ഞങ്ങള് ഒരുപാട് ഡയറക്ടേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. നമ്മളിപ്പോ ഓപ്പണായിട്ട് പറഞ്ഞു, പല ഡയറക്ടേഴ്സിനും ഈ ഫസ്റ്റ് ഡേ എന്തെങ്കിലും നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഡൗൺ ആവുന്നുണ്ട്. നമ്മുടെ പ്രൊഡ്യൂസർ വന്ന് വരും, നമുക്ക് നോക്കാം, വെച്ച് കാണാമെന്ന് പറയുമ്പോഴത്തേക്ക് അത് ഓട്ടോമാറ്റിക്കലി അത് കയറിപ്പോയി. ഇപ്പൊ സീരിയസ്ലി ജെന്യൂൻലി പറയാണ്, ഒരു രൂപ പോലും ഇത്ര ടിക്കറ്റ് എടുക്കണം അത്ര ടിക്കറ്റ് എടുക്കണം പറഞ്ഞിട്ടുള്ള പരിപാടി ചെയ്തിട്ടില്ല. അല്ലാണ്ട് തിയേറ്ററുകൾ ഹൗസ്ഫുൾ ആണ്. 25 ഷോ ഇന്നലെ ഹൗസ്ഫുൾ ആണ്. അതേപോലെ തന്നെ ഇന്നലെ ഞങ്ങൾ വയലത്തൂർ പോയ സമയത്ത് അവിടെ അടുത്ത ഷോ ആഡ് ചെയ്യാൻ വേണ്ടിട്ട് പറയണം. അങ്ങനെ ഒരുപാട് തിയേറ്റേഴ്സ് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മളെ എന്തൊക്കെ പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി നോർമൽ ഓഡിയൻസ് ഇത് വർക്കാവുക എന്നുള്ളതാണ്. അപ്പൊ അത് വർക്കായി തുടങ്ങി, അപ്പായി തുടങ്ങി. അതാണ് ഞാൻ ഇത്ര സന്തോഷത്തിലിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് സാറിന് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എനിക്ക് ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് ആയി, അത്രയും കോളുകൾ വരുന്നുണ്ട്. കുറെ നല്ല ഇൻഫ്ലുവൻസേഴ്സ് അവര് പടം കണ്ടിട്ട് അവരെന്നെ ഓൺ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതെനിക്ക് ഏറ്റവും വലിയ സന്തോഷമായിരുന്നു, അല്ലെ? പിന്നെ നമുക്ക് ഒരുപാട് ആൾക്കാർ മെൻഷൻ ചെയ്തത് നിങ്ങൾ ഈ പടം പോയി കാണും, ഞങ്ങൾ കണ്ടു, അതുകൊണ്ട് അങ്ങനെ കുറെ ആൾക്കാർ ഇടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. അപ്പൊ അവരെന്നെ അത് റീച്ച് ആക്കി തരുന്നുണ്ട്, അത് റീച്ച് ആവുന്നുണ്ട്. അതിന്റെ ഹാപ്പിനെസ്, അതിന്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ. നോർമൽ സിനിമ ഇറങ്ങുന്ന പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള സിനിമ ആണെങ്കിൽ, അല്ലെങ്കിൽ പുതിയൊരു സംവിധായകന്റെ സിനിമയാണെന്നുണ്ടെങ്കിൽ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ആളുകളെ കയറ്റുക, അല്ലെങ്കിൽ റിവ്യൂവേഴ്സിനെ പോസിറ്റീവ് ചെയ്യിപ്പിക്കുക, അങ്ങനെ ഒരു സിസ്റ്റം നടക്കാറുണ്ട്. ഇല്ലെന്ന് എത്രത്തോളം വാദിച്ചാൽ അങ്ങനെ ഉണ്ട്. അപ്പം അതിനുവേണ്ടി പലരും തിരിച്ചും പറയാറുണ്ട്, ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് തരാം, ഇത്ര രൂപ തന്നാൽ മതി. പക്ഷേ അത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഓഫർ വന്നിട്ടുണ്ടോ? അതുകൊണ്ട് അത് അക്സെപ്റ്റ് ചെയ്യാത്തതുകൊണ്ടാണോ ഇങ്ങനെ ഒരു ഇത് വരാൻ കാരണം?
അതറിയില്ല എന്താണെന്നത്. അതിപ്പോ നോർമലി ഇപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഒരു പടം വരാൻ പോകുന്ന സമയത്ത് ഒരുപാട് എനിക്കും മനസ്സുകാർക്കും ഈ പറഞ്ഞ ടീമിലെ ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട്. ഞങ്ങൾ ഈ ഭാഗത്ത് ഇങ്ങനെ ചെയ്യാം, ഞങ്ങൾ ഇത്ര ഈ ഏരിയയിൽ നമ്മൾ ഇങ്ങനെ പോസ്റ്റ് അങ്ങനെയൊക്കെ വരാറുണ്ട്. റൈറ്റപ്സ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പൊ ഇന്നും കൂടെ നമ്മൾ കയറി തൊട്ട് മുമ്പ് എന്താണ് വിളിച്ചിട്ട് പറഞ്ഞു റൈറ്റപ്പ് ഞങ്ങൾ ഇങ്ങനെ റൈറ്റപ്പ് ഇടാന്ന് പറഞ്ഞു. അപ്പൊ ബ്രോ പടം കണ്ടു? ഇല്ല പടം കണ്ടിട്ടില്ല, ഞാൻ റൈറ്റപ്പ് ആദ്യം കണ്ടിട്ട് പടം കാണാമെന്ന്. ഇതാണ് അവസ്ഥ. അപ്പൊ അത് ഈ നമ്മുടെ സിനിമയ്ക്ക് നല്ല എല്ലാ സിനിമക്കും അതന്നെ അവസ്ഥ. എനിക്ക് അധികം ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, ഒരുപാട് നിരവധിയായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഫ്രണ്ട്സ് പടം ചെയ്ത് പടം റിലീസായി ഹിറ്റടിച്ചവരുണ്ട്. ഈ പറഞ്ഞ പോലെ നല്ല കണ്ടന്റിനെ ആരും കാണാത്തതുണ്ട്. അപ്പൊ ഇവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നമാണ്. നമ്മളിപ്പം നമുക്ക് ഇത്രയൊരു ബാക്ക് സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ തുറന്നു പറഞ്ഞോളൂ. ഇല്ലെങ്കിൽ നമ്മൾ പറയില്ല, നമ്മൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ ബ്രേക്കിന്റെ ആയ മതി എന്ന് ഇരിക്കും. പക്ഷെ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ പണം അല്ലെങ്കിൽ ഇനി വരാൻ പോണ പടങ്ങൾക്കെങ്കിലും അതൊരു സമാധാനം ഉണ്ടാവും വിചാരിക്കുക. അതാ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പറയാനുള്ളത് കേൾക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ള മീഡിയ ഫ്രണ്ട്സിന് താങ്ക് യു. നമ്മുടെ സിനിമ ഡെർബി ഇപ്പോൾ തിയേറ്ററിൽ റിലീസായിട്ടുണ്ട്. ഒരു ക്യാമ്പസ് ബേസ്ഡ് ഒരു കംപ്ലീറ്റ് എന്റർടൈനർ, ഒരു ഫുൾ പാക്ഡ് മൂവിയാണ്.